ചുട്ടപ്പൻ്റെ അംഗനവാടിയിൽ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ അംഗനവാടിയും കൂട്ടിയിട്ട് ഒരു സ്കൂൾ വെച്ചിട്ടാണ് പരിപാടി ഉണ്ടാവാറ് കേട്ടോ. അന്നേരം അതായി ഞങ്ങൾക്ക് ഇവിടെ ഓമാനൂർ സ്കൂൾ വെച്ചിട്ടാണ് കേട്ടോ പരിപാടി ഉണ്ടായിരുന്നത്. അങ്ങനെ ചുട്ടപ്പൻ്റെ പരിപാടിക്ക് മുന്നേ ഞങ്ങളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് കുട്ടികൾ വെറുതെ കിടന്ന് തുള്ളിച്ചാടനൊക്കെ കണ്ടു കേട്ടോ. അങ്ങനെ ഫൈനലി ചുട്ടപ്പനെ സ്റ്റേജിന്മേൽ കയറ്റിട്ടോ. ചുട്ടു ആദ്യമായിട്ടാണ് സ്റ്റേജിന്മേൽ കയറുന്നത്. എങ്ങനെയാകും എന്നുള്ള ടെൻഷൻ എനിക്ക് നല്ല പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ വന്നപ്പോൾ പുള്ളിക്കാരൻ നല്ലപോലെ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. നല്ല രസമാണ് കുഞ്ഞു കുട്ടികളെ പരിപാടിയൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമല്ലേ. ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട്, കാരണം അവിടെ സ്റ്റേജിന്മേൽ കയറിയിട്ട് കരിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നും ഉണ്ടായിട്ടില്ല. പുള്ളിക്കാരൻ നല്ല കൂളായിട്ട് കളിച്ച്. ഇതൊക്കെ എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഗൈസ്. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ കൺമുമ്പിൽ നമ്മുടെ കുട്ടി സ്റ്റേജിന്മേൽ കയറി ഡാൻസ് കളിച്ചതിനെ കാണാനൊക്കെ അതൊക്കെ എൻ്റെ ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്തെന്നുള്ളൂ കേട്ടോ. അതുമല്ല നമ്മളെ പിള്ളേർ ഇങ്ങനെ ഡാൻസ് കളിക്കണമൊക്കെ എടുത്ത് വെച്ചാലേ നമുക്ക് ഏതെങ്കിലും കാലത്തൊക്കെ ഇരുന്ന് കാണുമ്പോൾ ഒരു നൊസ്റ്റു അടിക്കില്ലേ, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ പിള്ളേരൊക്കെ പൊളിയാണ്, നല്ല ആക്റ്റീവാണ്. ഓരോ അംഗനവാടിത്തെ കുട്ടികൾ വന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പുറകെ പ്രവർത്തിച്ച ടീച്ചർമാർക്ക് ഒരു വലിയ കയ്യടി തന്നെ കൊടുക്കണം. കാരണം ഇവരൊക്കെ പഠിപ്പിച്ചെടുക്കാൻ പെട്ട പാട് അത് അവർക്കേ അറിയുണ്ടാവുള്ളൂ കേട്ടോ.